റെയിലിനൊരു ഇൻ്റർവ്യൂ നടത്തണമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായി തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ റെയിൽ വന്നപ്പോൾ ഞാനിവിടെ കേൾക്കാം. ഈ പരിപാടി തുടങ്ങുന്നത് 1992 അത് ഞങ്ങളെപ്പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു NGO എന്ന് വേണം പറയാവുന്ന ഒരു സംഘടന തിരുവനന്തപുരത്തുണ്ട്. അവിടെ PCO എന്ന് പറയുന്ന ഒരു സംഘടനയുടെ പ്രവർത്തകരിൽ വളരെ പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു, നളിനി നായിക്ക്. ഒരു ബാംഗ്ലൂർക്കാരത്തിയാണെങ്കിലും ഇവിടെ വന്ന് നാട്ടിൽ വന്ന് ഭാഷ പഠിച്ച് ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആണ്. അന്തർദേശീയ മീറ്റിങ്ങുകളൊക്കെ സംബന്ധിക്കുന്ന ഒരു സാമൂഹ്യ പ്രവർത്തക കൂടിയാണ്. അവരാണ് ഈ നിർദ്ദേശം അത് ഇങ്ങനെ കണ്ടൽ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു സ്കീം ഗവൺമെൻറ് തലത്തിലുണ്ട്. 3 വർഷത്തെ പരിപാടിയാണതെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പ്രത്യേക കാരണങ്ങളാൽ പള്ളിയുടെ ശുശ്രൂഷയിൽ നിന്ന് മാറി നിൽക്കുന്നതായിരുന്നു ഞങ്ങൾ 4-5 പേര്. അപ്പോൾ അതിൽ ഞങ്ങൾ 2 പേര്, ഞാനും ജേക്കബ് തച്ചലാട്ടിൽ പറഞ്ഞ അച്ഛനും പോയിട്ടാണ് ഇത് ഏറ്റെടുക്കാമെന്ന് വെച്ചാൽ വേറെ ഞങ്ങൾ സുഹൃത്തുക്കൾ സഹായിക്കാനുണ്ടായിരുന്നു. അങ്ങനെ അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിന് വേണ്ട ആവശ്യമുള്ള രേഖകളൊക്കെ ശേഖരിച്ചു. കണ്ടലുകളെക്കുറിച്ച്, മാംഗ്രോവ്സ് എന്ന് ഇംഗ്ലീഷ് പറയുന്നത്, കണ്ടലുകൾ പഠിക്കാൻ. അവസാനം ഞാൻ മദ്രാസിൽ പോയി. അവിടെ സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ അവർക്ക് ഇതിനൊരു സെക്ഷനുണ്ട്. അവിടെ നിന്ന് അത്യാവശ്യം വേണ്ട മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്തു. അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പഠിച്ച് ചെറിയൊരു ലീഫ്ലെറ്റ് ഉണ്ടാക്കി അത് പലർക്കും കൊടുത്ത്. ഇവിടെ നമ്മൾ പല സ്ഥലത്തായിട്ടുണ്ടോ, ഇത് കണ്ടശാങ്കടവിൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് ആദ്യമായിട്ട് ഞങ്ങളതിൻ്റെ പൈലറ്റ് സ്റ്റഡി എന്ന് പറയാവുന്ന വിധത്തിലൊരു പ്ലാൻ ചെയ്ത് അവിടെ ഞങ്ങളെ പലരും സഹായിക്കാണ്ടായിരുന്നു. എൻ്റെ തന്നെ റിലേഷൻസ് അവിടെ ഉണ്ട്. അവരുടെ വീട്ടിന് പിന്നിലായിരുന്നു കണ്ടശാങ്കട് പാലത്തിൻ്റെ വടക്ക് ഭാഗത്തായിട്ട്. അതിനെക്കുറിച്ചുള്ള പത്ര റിപ്പോർട്ട് 1992 മെയ് 26 എന്നാണ് എൻ്റെ ഓർമ്മ. മാതൃഭൂമിയുടെ ദിനപത്രത്തിൻ്റെ ഫസ്റ്റ് പേജ് തന്നെ കളറിൽ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ അവിടെ നിന്ന് തിരിച്ചു അതിനെക്കുറിച്ച് പഠിച്ച് നമ്മളത് നേരിട്ടും ചെയ്തപ്പോൾ നോക്കുമ്പോൾ പല സ്ഥലത്തായിട്ട് നോക്കണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിന്നെ പൊന്നാനിയിൽ BM അതിൻ്റെ അവിടെ വരെ പോയി. അവിടെയും അവർക്ക് സഹായിക്കാൻ കൂടെ പറ്റി. പല സ്ഥലങ്ങളിലായിട്ട് നമ്മളത് വെച്ച് നോക്കി. ഇവിടെ നമ്മൾ ക്ലാസ്സുകളെടുത്ത് സ്ലൈഡ് ഷോ കാണിച്ച് വൈകുന്നേരങ്ങളിൽ ക്ലാസ്സുകളെടുത്ത് മത്സ്യത്തൊഴിലാളികൾ മറ്റൊരു ഒരുക്കി അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നിട്ടും നാട്ടോടത്ത് നിന്നൊക്കെ അവർ വഞ്ചിക്കാരും മീൻ പിടിക്കാരെ സഹിച്ചുകൊണ്ട് അതൊക്കെ വലിച്ചുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ടശാങ്കടവിൽ ഞങ്ങൾ കുറച്ച് നോക്കി. പിന്നെ ഗ്രേഡിങ് അനുസരിച്ച് ഇതിന് പല മെത്തേഡുകളുണ്ട്. ഞങ്ങൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തത് ഇതൊരു 100% വെറൈറ്റി ഉള്ള ഒരു ആവാസ വ്യവസ്ഥയാണ്. നമുക്കറിയാം നിയമപരമായിട്ട് അത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെട്ടതാണ്. കാലിൻ്റെതായ സ്ഥലങ്ങളിൽ അത് കടൽ ഭിത്തിക്ക് പകരം നമ്മൾ ഈ കല്ലുകളൊക്കെ ഇട്ട് പറഞ്ഞാൽ 4-5 വർഷം കഴിഞ്ഞാൽ അത് തിരമാലടിച്ച് പോകുന്നതുകൊണ്ട് അവിടെ അവർ ചെയ്തിരുന്നത് ഇത് നട്ടുപിടിപ്പിക്കലായിരുന്നു. ഇതിനെ കരപിടിപ്പിക്കുന്നത് എന്നും കൂടി പറയും. നമുക്ക് പുതുവൈപ്പിൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇപ്പോൾ ആ പുതുവൈപ്പിൻ തന്നെ ഉണ്ടായത് നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡൊക്കെ ഡ്രെഡ്ജ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയി തള്ളിയിരുന്നതിൽ നിന്ന് മുളച്ചു വന്ന ഈ വിത്തുകളാണ്. ഇതൊരു 100% വെറൈറ്റി തന്നെയുണ്ട്. വയൽച്ചുവയുടെ അടക്കം ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഇതിനെ നമ്മൾ മലയാളത്തിൽ ഭ്രാന്തൻ കണ്ടൽ എന്ന് പറയുന്ന സൈസ് ഇതിൻ്റെ ഇതിൻ്റെ മുരിങ്ങക്കായയുടെ വലുപ്പത്തിലുള്ള വിത്തുകൾ ഉണ്ടാവുക. അപ്പോൾ അത് പാകമായി കഴിഞ്ഞാൽ അങ്ങനെ പൊട്ടി വീഴുന്നുണ്ട്. വീഴുമ്പോൾ അവിടെ തന്നെ മണ്ണിലാണെങ്കിൽ അപ്പോൾ തന്നെ അവിടെ വേര് ഊന്നി അത് പിന്നെ ചെടിയായിട്ട് വരികയും ചെയ്യാം. ഇതൊരു പ്രത്യേക ആവാസ വ്യവസ്ഥ പറയാം. കാരണം ഇതിൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇപ്പോൾ ഈ പല വെറൈറ്റികളുണ്ട്. ഇതിനെക്കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ഇതിനെക്കുറിച്ച് പറയാൻ അപ്പോൾ ഞങ്ങൾ അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടാണ് പോകുന്നത്. അങ്ങനെയൊക്കെ പല സ്ഥലത്തായിട്ട് ഇത് കൊടുത്ത് വെച്ച് പിടിപ്പിച്ച് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തോന്നിയത് ഇങ്ങനെ പലയിടത്തായിട്ട് കാര്യമില്ല എന്നുള്ള ധാരണയിൽ ഞങ്ങൾ അവസാനം 3ാമത്തെ വർഷം ഞങ്ങൾ ചേറ്റുവായിൽ കിഴക്ക് ഭാഗത്ത് രാജ ഐലൻഡ്സിൻ്റെ 2 ഇപ്പുറത്തായിട്ട് അവിടെ ഒരു തിരിച്ചു പോലെ കിടക്കുന്ന ഒരു ചെറിയ തിരുത്തുണ്ടായിരുന്നു. ഒരു 8-9 ഏക്കർ സ്ഥലം ഉണ്ടാവും. അതൊരു പിന്നീട് മനസ്സിലായത് ഡിസ്പ്യൂട്ടിൽ കിടക്കുന്നതാണ്. ഒരു പഞ്ചായത്തും അവിടെ തന്നെയുള്ള വടക്ക ഭാഗത്തുള്ള ഒരു മുസ്ലിം സഹോദരനുമായിട്ട് അവർ തമ്മിൽ എന്തോ ഇതുണ്ട്. അത് ഞാനപ്പോൾ ഇതിനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളന്ന് അവിടെ നടാമെന്ന് കരുതിയിട്ട് അവിടെ നിന്ന് ഞങ്ങൾ ഈ ഇദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോൾ 2 പ്രാവശ്യം ചെന്നപ്പോൾ കാണാൻ പറ്റില്ല. ഞാൻ വീട്ടിൽ പറഞ്ഞു പോകുന്നു ഇവിടെ എന്തായാലും ഇത് ഉണ്ടാകട്ടെ, കാരണം ഇത് നാടിന് ഉപകാരമുള്ളതാണ്, നിയമപരമായിട്ട് സംരക്ഷിക്കപ്പെട്ടുള്ളതാണ്. അതിനെ വേണമെങ്കിൽ നമ്മുടെ പ്രകൃതിയുടെ ശ്വാസകോശങ്ങൾ എന്ന് പറയാം ഈ ആവാസ വ്യവസ്ഥ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന ഒരു സ്ഥലം ബംഗാളിലെ സുന്ദർബൻ വനങ്ങളാണ്. സുന്ദർബൻ എന്ന് പറഞ്ഞാൽ തന്നെ ബൻ നമുക്കറിയാലോ, ബി ബംഗാൾ ഭാഷയിൽ അധികം ഇല്ല. ജ്യോതി ബോസു എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ ബി ആണ് വരുന്നത്. അപ്പോൾ സുന്ദർബൻ അത് ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. ഈ ആവാസ വ്യവസ്ഥയെക്കുറിച്ചും കണ്ടൽ കാടുകളെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ വിശാലമായ സ്ഥലത്തുണ്ട് നമുക്കറിയാലോ. അതുകൊണ്ട് സുനാമി ഉണ്ടായ സമയത്തും ഇത് തടഞ്ഞു നിർത്തും. അത് അത്രയും സ്ട്രോങ് ആണിത്. അപ്പോൾ ഇത് വളരെ വിശേഷപ്പെട്ട സാധനം കണ്ടുകൊണ്ട് ഇതിനെക്കുറിച്ച് പഠിച്ച് നമ്മളിത് നടാൻ തയ്യാറാകാണ്. പിന്നെ നമ്മൾ നഴ്സറി ഉണ്ടാക്കിയിട്ട് ചേർന്ന സ്ഥലത്ത് നട്ടു, പല സ്ഥലങ്ങളിൽ നട്ടു, ഗ്രേഡിങ് നടത്തുന്നതായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ പരീക്ഷണങ്ങളൊക്കെ ചെയ്തു. അവസാനമാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നട്ടുപിടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലത്തും പുള്ളി കിടക്കാൻ പറ്റുകയില്ല. അവിടെ ഇതിൻ്റെ ഭാഗം തന്നെയായിട്ടുള്ള വയൽച്ചൂടികളുണ്ട്, നല്ല പൂവൊക്കെ നല്ല മനോഹരം. അതിൻ്റെ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ വഞ്ചിയിൽ കൊണ്ടുവന്നു. അപ്പോൾ ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ വേണ്ടതുണ്ട് അവിടെ.
പക്ഷേ അന്ന് വളരെ കുറച്ചുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ ചെലാനത്ത് പോയി, ഇതുണ്ടെന്ന് കരിയുള്ള സ്ഥലങ്ങളൊക്കെ പോയി. അവസാനം ഞങ്ങൾ കർണാടകത്തിൽ ഉടുപ്പിക്കുക പറയുള്ള മുൽക്കി എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നിട്ടാണ് അവിടെ ഞങ്ങൾ ഒരു വീട്ടുകാരെ പരിചയപ്പെട്ടു, ഒരു പയ്യനെ പരിചയപ്പെടുത്തി വഞ്ചിയെടുത്ത് ഞങ്ങൾ ആ നദിയിൽ കൂടെ നടന്നു പോയി മുട്ടിനൊപ്പം വെള്ളത്തിൽ നിന്ന് ഇത് കുഴിച്ചെടുത്ത് കൊണ്ടുവന്ന് അവസാനം നമ്മൾ ഇത് ചാക്കിലിങ്ങനെ പ്രത്യേക വിധത്തിൽ വേണം അത് അടക്കാനായിട്ട്. അത് അടക്കിയിട്ട് നമ്മൾ അവിടെ നിന്ന് വാനിൽ കൊണ്ടുവന്ന് മംഗലാപുരം റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ ട്രെയിനിലുള്ള ഇതിൽ തന്നെ ഞങ്ങൾ കൊണ്ടുപോകുന്നു. ബ്രേക്ക് വാനുണ്ട്. അപ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പ്രത്യേകം പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ളത്. കുറച്ച് പെട്ടെന്ന് തന്നെ അതിനുള്ളിൽ കയറ്റി ഞങ്ങളൊപ്പം വന്ന് ജസ്റ്റ് രാവിലെ ഞങ്ങളോട് ഇറങ്ങി തൃശ്ശൂർ ചെന്നപ്പോൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് എടുക്കാനായിട്ട് അവർ അനുവദിച്ചു. അങ്ങനെ വളരെ സിമ്പിളായിട്ട് കൊണ്ടുവന്ന് ചേറ്റുവ പാലത്തിൻ്റെ അവിടെ വന്ന് പിള്ളേരുടെ കാത്തുക്കുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് ഇറക്കി വഞ്ചിയിൽ വന്ന് വഞ്ചിയിൽ നിന്നിട്ട് എറിഞ്ഞ് പിടിപ്പിച്ചു കുറേ സ്ഥലത്ത്. പിന്നെ ഞങ്ങളുടെ സുഹൃത്തുക്കൾ കുറേ ഉണ്ടായിരുന്നു. ഈ തൃശ്ശൂർ ആൾട്ടർ മീഡിയയിലത്തെ അനിൽകുമാറും അവർ ഗ്രൂപ്പുകൾ, പിന്നെ സന്തോഷ്, കുറേ പേരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഞങ്ങൾ പല ദിവസങ്ങളിലായിട്ട് നേരിട്ട് നടാൻ പറ്റും നട്ടു, പിന്നെ മറ്റു വഞ്ചിയിൽ നിന്നിട്ട് എറിഞ്ഞ് നട്ടു. എൻ്റെ കയ്യിൽ ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു, അത് ഞാൻ കൊണ്ടുവന്നിട്ടില്ല. ഞാനിപ്പോൾ തൽക്കാലത്തേക്ക് ഇവിടെ വന്നിരിക്കുകയാണ്. പിന്നെ അതങ്ങനെ വളർന്നു വന്നു. പിന്നെ ഞങ്ങളിങ്ങനെ പോന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ സഹായിച്ചിരുന്ന ഒരു ഫാമിലിയുണ്ട്. ആ ഫാമിലി കൊച്ചേട്ടൻ ഞങ്ങൾ വിളിച്ചിരുന്ന പ്രായമുള്ള ഒരു കാരണം, ഇപ്പോൾ അടുത്ത കാലത്ത് മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ മകനാണ് ഈ വിശംഭരൻ. അതിൻ്റെ മകനുണ്ട് വിവീഷ്. ഇപ്പോൾ രണ്ടുപേരാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ ബോട്ടിൽ പോയി കഴിഞ്ഞാൽ ചുറ്റേ പോകാൻ പറ്റുള്ളായിരുന്നു. ഇപ്പോൾ അത് നമ്മൾ അറിഞ്ഞില്ല. ഇത് കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ കാണുന്നത് ഇത് വളരെ മനോഹരമായിരിക്കും എന്നുള്ളത്. നമ്മൾ പിന്നെ ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ സ്ഥലങ്ങളിലൊക്കെ പോയി അങ്ങനെ ഇത് പോയി കണ്ടു തുടങ്ങി. ഇപ്പോൾ അവിടെ ആൾക്കാർ ചൊല്ലുന്നു, ഗവേഷണത്തിന് വരുന്നു, അവിടെ പ്രത്യേക ജീവികളെക്കുറിച്ച് വിളിക്കുന്നു. പിന്നെ മനോഹരമായ ഒരു അനുഭവം ഉള്ളത് ഈവനിങ്ങിലുള്ള പക്ഷികളുടെ ചേക്കേറലാണ്. അത് വളരെ വിശേഷപ്പെട്ട ഒരു അനുഭവമാണ്. അപ്പോൾ നമുക്കത് അനുഭവമായിരുന്നു. അപ്പോൾ ഇവർ ഈ വഞ്ചിയിൽ പോയി പതുക്കൻ്റെ ഉള്ളിലൊക്കെ പോയി അതിൻ്റെ വേരുകളൊക്കെ നടക്കാം. ഇത്ര വണ്ണമുള്ളെങ്കിലും ഭയങ്കര സ്ട്രോങ് ആണത്. അതിൻ്റെ വേരുകൾ ഇങ്ങനെ ഇറങ്ങിയിട്ടാണ് അത് വരുന്നത്. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ വേറെ വെറൈറ്റി ഉണ്ട്, വേരുകൾ അടിയിൽ നിന്ന് വരുന്നത് ന്യൂമാറ്റോ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. അതുമ്പോൾ കൂടുതലുള്ള ഉപ്പും സാധനമൊക്കെ ഇതിലൂടെ പോകും. നമുക്കത് കല്ലായി ഭാഗത്ത് ചെല്ലുമ്പോൾ കാണാം. കോഴിക്കോട് എത്തുമ്പോൾ ഇവിടെയുണ്ടത്. പിന്നെ ഇപ്പരത്താന്ന് മലയാളത്തിൽ പറയുന്ന ഒരിതുണ്ട്, അതിന് അവിസീനിയ എന്ന് പറയും. അതിൻ്റെ വിത്ത് മനസ്സിലാണെങ്കിൽ ഇഷ്ടവെള്ളത്തിലിട്ട് കറ കളഞ്ഞ് നമുക്ക് അവിടെ വെച്ച് ഭക്ഷണം കൂടി കഴിക്കാൻ പറ്റും. അത് ഇതിൻ്റെ ഭാഗമാണ് ചീരയിലായിട്ട്. ഇത് തന്നെ പല വെറൈറ്റി ഉണ്ട്, 8-10 വെറൈറ്റി തന്നെയുണ്ട് വലിപ്പമനുസരിച്ച് ഇതനുസരിച്ച്. അപ്പോൾ നമുക്ക് അവിടെ നമ്മളൊരു 8 വെറൈറ്റി ഉണ്ട് കരക്കണ്ടലടക്കം കണ്ടലിൻ്റെ. അപ്പോൾ അങ്ങനെ പോകുന്നു. ഇപ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുന്നു. അതൊരു തീർത്ഥാടനം പോലെയായിട്ടുണ്ട് ഒത്തിരി പേർക്ക്. അപ്പോൾ ഈ വിവിധ പക്ഷികൾ വന്ന് അവിടെ താമസിക്കുന്നു. അവർ രാത്രി വരുമ്പോൾ അത് മനോഹരമായ അനുഭവങ്ങളാണ്, കാഴ്ചകളാണ്. ഒത്തിരി പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്കിട്ട് പോകാറുണ്ട്, കൂട്ടുകാർ പോകാറുണ്ട്. അധ്യാപകർ ഇപ്പോൾ അവിടെ നിറയായി. അപ്പോൾ അധ്യാപകരൊക്കെ വന്ന് കുട്ടികളെ കൊണ്ടുപോയി ഇത് വേറെ സ്ഥലത്ത് കൊണ്ടുപോയി നടലും ക്ലാസ് എടുക്കും. ഞാൻ ക്ലാസ് എടുക്കാൻ പോകാറുണ്ട് പിള്ളേർക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പോകുന്നു. ഇതിനെക്കുറിച്ച് പത്രറിപ്പോർട്ടുകളൊക്കെ കൂടെ വരാറുണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെ പലരും വന്ന് അവർ വരികയും ഞങ്ങൾ വഞ്ചിയിൽ പോയി എടുക്കലും അത് പത്രത്തിൽ മനോരമയിലൊക്കെ വന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ തൃശ്ശൂരിൽ തന്നെ കത്തോലിക്ക സഭ എന്ന് പറയുന്നൊരു മാസികയുണ്ട് അതിരൂപതയുടെ. അതിൽ 2 ഇഷ്യൂ ആയിട്ട് വന്നു. എന്താ പറയുക, പാതിരികളുടെ അതെന്നോട്ട് പറഞ്ഞിട്ട് അവിടെ ഉണ്ട്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ റെയിൽ എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടുന്ന് പലരും ഇത് അയച്ചു കൊടുത്തതനുസരിച്ച് ഞങ്ങൾ കുറേ പേര് ഇപ്പോൾ അവിടെ നിന്നൊക്കെ അയച്ചു വന്നിരുന്നു. റെയിലിനൊരു ഇൻ്റർവ്യൂ നടത്തണമെന്ന് പറഞ്ഞിട്ട് കുറേ നാളായി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ റെയിൽ വന്നു. ഇപ്പം ഞാനിപ്പോൾ ഗുരുവായൂർ പള്ളിയുടെ മുമ്പിലാണ് ഇരിക്കുന്നത്. ഗുരുവായൂർ ഞാൻ പണ്ട് ഇരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഇവിടുത്തെ അച്ഛനെ സഹായിക്കാൻ വേണ്ടി വന്നതാണ്, അച്ഛൻ സുരാജുകൊണ്ട്. അപ്പോൾ ഇപ്പോൾ വിശദാംശങ്ങൾ ചോദിച്ചാൽ ഞാൻ പറയാം. ഇപ്പോൾ ഇത് വളരെ ചുരുക്കി ഇതിൻ്റെ സംഭവമാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ പോകുന്നു. ഒത്തിരി പേര് വന്ന് ഇപ്പോൾ കോളേജിൽ നിന്നൊക്കെ പിള്ളേർ വന്ന് അതിനെക്കുറിച്ച് റിസർച്ച് നടത്തുന്നവരുണ്ട്, ജീവികളെക്കുറിച്ച്. പിന്നെ എന്താണ് പറയുക, നമ്മൾ ഇത് കാണുന്നതിൻ്റെ ഒരു അനുഭവമാണ്. ഉച്ചതിരിഞ്ഞാൽ പോകും. നമ്മൾ ബോട്ടിൽ പോകുന്നതുണ്ട് ഇതിൻ്റെ, പക്ഷേ അത് പുറത്തുകൂടെ പോവുള്ളൂ. ഇതല്ല, ഇത് 2-3 മണിക്കൂർ അവിടെ നിന്ന് നമ്മൾ ഈവനിങ്ങിൽ ചെന്ന് സൂര്യാസ്തമനത്തോട് കൂടി ഇവരൊക്കെ ചേക്കേറുന്നൊരു അനുഭവമുണ്ട്. അത് വലിയൊരു അനുഭവമാണ്. അത് കഴിഞ്ഞിട്ടാണ് പോരുള്ളൂ. അങ്ങനെയാണ്. അപ്പോൾ അത് ഇവരാണ് കൊണ്ടുപോവുക. ഈ വിശംഭരനോ അല്ലെങ്കിൽ മകനോ അത് വഞ്ചിയിൽ കൊണ്ടുപോകും. അപ്പോൾ കാരണന്മാർ മുതിർന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഇതിനുകൂടി ചെറിയ വഞ്ചി കൂട്ടി കെട്ടാൻ പറയും. അങ്ങനെയാണ്. ഇടക്കാലത്ത് വെച്ച് ചെറിയ തടസ്സം ഉണ്ടായിരുന്നു. ചില സ്ഥലത്ത് ഇതൊക്കെ മറിഞ്ഞിട്ടുന്നതുകൊണ്ട് ഇപ്പോൾ അവർ മറ്റേ പ്രൊട്ടക്ഷനൊക്കെ കൂടിയിട്ടാണ് ഇപ്പോൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ അതുകൊണ്ട് റെയിലിപ്പം വളരെ നിർബന്ധമായിരുന്നു. പല ദിവസമായി റെയിലിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് റെയിലിനെ ഞങ്ങൾ ഒരുമിച്ചെടുക്കാമെന്ന് ആദ്യം കരുതിയിരുന്നു. ഞാനും കൂട്ടുകാരൻ ജേക്കബ് തച്ചറാട്ടിലച്ഛൻ. അപ്പോൾ സെപ്പറേറ്റ് വേണമെന്ന് പറഞ്ഞു റെയിൽ. അപ്പോൾ അങ്ങനെ വന്നിപ്പോൾ എടുക്കുന്നതാണ്. എന്തായാലും ഇതൊരു വലിയൊരു അനുഭവമാണ്. നമുക്ക് ഇത് പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് എന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു പ്രവർത്തനത്തിൻ്റെ ഒരു അനുഭവമാണ്. അപ്പോൾ ഇത് നമ്മളെ കുറച്ച് പേരുടെ ഒരു
നേരം പോക്കിലുപരിയായിട്ട് നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കുന്ന, നമുക്ക് ശുദ്ധമായി ശ്വസിക്കാൻ സാധിക്കുന്ന, നമ്മുടെ ജീവിതത്തെ താങ്ങി നിർത്തുന്നതെന്ന് വേണം പറയാം. അങ്ങനത്തെയൊക്കെയുള്ള ഒത്തിരി കാര്യമുണ്ട്. നമുക്കിപ്പോൾ മരം വെട്ടലാണ് എളുപ്പം. ആസാമത്തെ കൊല്ലത്ത് അവർ ടൂറിസ്റ്റിനൊക്കെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് അത് ഒരു കാലത്ത് വെട്ടിക്കളയാൻ നോക്കിയിട്ട് അതിന് സംരക്ഷിച്ച ആൾക്കാരുണ്ടായിരുന്നു. പിന്നീട് അവർ വെക്കേഷൻ സമയത്ത്, കോടതി വെക്കേഷനിൽ അവർ ഇത് വെട്ടിക്കളഞ്ഞ് കേസെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വന്നിട്ട്, നമ്മുടെ ധാരണ ഫോറിൻ ടൂറിസ്റ്റ് വരുമ്പോൾ അവർക്ക് വേണ്ടത് കുറേ ലൈറ്റും ഇതൊക്കെയാണെന്നാണ്. അല്ല, അവർക്ക് വേണ്ടത് നമ്മുടെ പ്രകൃതിയാണ്. അത് തെളിയിക്കുന്നതാണ്. ഇപ്പോൾ ഇതിന് തൊട്ടിലപ്പുറത്തുള്ള രാജ ഐലൻഡ്സിൽ ഫോറിനേഴ്സ് എപ്പോഴും ഈ വെക്കേഷൻ സീസണായി വരും, താമസിക്കും. അതിൻ്റെ ഉള്ളിൽ പക്ഷികളൊന്നും ചെല്ലില്ല, കാരണം പോയി ആൾക്കാർ പെരുമാറുന്നതുകൊണ്ട്. പക്ഷെ അത് ഇതിനടുത്ത് അറിഞ്ഞ് ഞാൻ നിൽക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരിതാണ്. ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഫേമസ് ചെമ്മീൻ്റെ സംവിധായകൻ രാമുകാരേട്ടൻ്റെ തറവാടൊക്കെ അതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട്. അപ്പോൾ അതായത് ഞാൻ ഈ ഏരിയയെക്കുറിച്ച് പറയുന്നതാണ് ഇവിടെ. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ ഇത് വെച്ചുപിടിപ്പിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോൾ പരിശ്രമിച്ച് നോക്കിയത് ശുദ്ധജലത്തിൽ വരുമെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കടലോരങ്ങളിൽ, കാരണം ഈ വലിയ ബോൾഡേഴ്സ്, വലിയ പാറക്കഷ്ണങ്ങൾ കൊണ്ടുവന്നിട്ടിട്ട് നമ്മൾ ഭിത്തി കെട്ടി കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ ഇത് അടിച്ചടിച്ചൊരു 4 അല്ലെങ്കിൽ 5 വർഷം കൊണ്ട് ഇതൊക്കെ വെള്ളം ഇറങ്ങിപ്പോവും. നമ്മൾ ചെയ്ത് നിൽക്കുകയാണ്, അങ്ങനെ ചെയ്യില്ല. ഇപ്പോൾ തായ്ലൻഡ് അങ്ങനെ സ്ഥലങ്ങളിലൊക്കെ ഇതാണ് പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്നത് കടലെടുപ്പിൽ നിന്ന്. അപ്പോൾ ഇത് അത്രയും വിലപ്പെട്ടതും അത്രയും വിശേഷപ്പെട്ടതുമാണ്. അതിനെക്കുറിച്ച് പറയാൻ കുറേ ഉണ്ട്, കാരണം അതിനെക്കുറിച്ച് പഠിക്കാനും കുറേ ഉണ്ട്. ലോകമെമ്പാടിനെ കുറിച്ച് പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്, വ്യത്യസ്ത സ്ഥലങ്ങളിൽ, വ്യത്യസ്ത തരത്തിൽ. അപ്പോൾ ഇത് നമ്മൾ സംരക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. തന്നെയല്ല, ഇനി ഇതിൽ വേറെ പ്രത്യേകതകൾ കൂടിയുണ്ട്. ഇത് വളരുന്നിടത്ത് മീൻ കൂടുതലുണ്ടാകും. കാരണം ഇതിൻ്റെ വേരിൻ്റെ കൂട്ടുപിടുത്തത്തിൽ കൊച്ചു മീനുകൾക്ക് മല്ലിൽ നിന്ന് രക്ഷപ്പെട്ട് വളരാൻ പറ്റും. അപ്പോൾ അവിടെ മീൻ പിടുത്തക്കാർക്കും നല്ലതാണ്. അതൊക്കെ അവർക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിരുന്നതാണ്. എങ്കിലും അവർക്ക് എന്തോന്ന് മനസ്സിലായില്ല, കുറേ പേര് അത് അത്ര ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ഞങ്ങളെന്നാളോട് നട്ടുപിടിപ്പിച്ചു എന്ന് പറഞ്ഞ പോലെ നമുക്ക് സംരക്ഷിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മളിപ്പോൾ എല്ലാ കൊല്ലവും ജൂൺ 5-ന് മരങ്ങൾ നടും. മിക്കവാറും കൊല്ലങ്ങളായിട്ട് അതേ കുഴി തന്നെയായിരിക്കും നടുന്നത്. ഈ നട്ടത് സംരക്ഷിക്കാൻ വെച്ചിരുന്നത് നമുക്കില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് വരുന്നത്. ഇപ്പോൾ ഈ എല്ലാ ചപ്പ് ചവറുകളും നമ്മൾ കടലിലേക്ക് മരത്തിൽ എറിഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് പോലും നമ്മൾ ചിന്തിക്കാതായിക്കോട്ടെ. അതായത് പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് നാനോ പ്ലാസ്റ്റിക് പാർട്ടിക്കിൾസ് നമ്മുടെ വലിയ വലിയ മത്സ്യങ്ങളിൽ പോലും തിന്നിട്ട് വരുന്നു എന്നൊക്കെയാണ് കേൾക്കുന്നത്. അത് ചെയ്തത് ഭയപ്പെടേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിനെ നമ്മൾ തന്നെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. വേറെ വഴിയില്ല. നമുക്ക് ഈ ദൈവം തന്നിട്ടുള്ള ഈ ഭൂമിയെ അത് സുരക്ഷിതമായിട്ട് നമ്മുടെ ഭാവി തലമുറ പകർന്നു കൊടുക്കുക എന്നുള്ളത് നമുക്കൊരു ഉത്തരവാദിത്തമുണ്ട്. അത് നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ കഴിക്കുന്നു, വലിച്ചെറിയുന്നു. ഈ വലിച്ചെറിയ സംസ്കാരം നമ്മൾ എന്ന് നിർത്തി നമ്മൾ ഉത്തരവാദിത്തോടെ ചെയ്യുന്നു, അന്ന് നമ്മുടെ ഭൂമി രക്ഷപ്പെടും. അല്ലെങ്കിൽ ഈ പോക്കിന് കാലാവസ്ഥ മാറ്റങ്ങളുണ്ടാകുന്നു, നമ്മുടെ ജീവിതം തന്നെ ദുസ്സഹമായി തീരുന്നു. ഇതൊക്കെയും നമ്മൾ മറ്റവരുടെ വേണ്ടിയിട്ട് നമ്മൾ അവരവർ ചെയ്യണം. അണ്ണാറക്കണ്ണനും തന്നാലായത്. നമുക്ക് ചെയ്യാവുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്തു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നാട് നന്നാവും, നമ്മുടെ പരിസ്ഥിതി നന്നാവും, നമ്മുടെ ചുറ്റുപാടുകൾ നന്നാവും. ഈ പച്ചപ്പിൻ്റെ ഈ നാട് ഇതിവിടെ ശരിക്കും മനോഹരമായി തീരും. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തം നാട് പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ നാടായിട്ട് മാറും. അതുണ്ടാകരുത്. നമ്മൾ ഭാവി തലമുറയെക്കുറിച്ച്, നമ്മുടെ മക്കളെക്കുറിച്ച്, നമ്മുടെ നാടിനെക്കുറിച്ച് നമുക്ക് അല്പമെങ്കിലും ആശങ്കയോ അല്ലെങ്കിൽ അല്പമെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ച് നമ്മുടെ നാട്ടിൽ ഓരോന്നും സംരക്ഷിക്കപ്പെടുക എന്നുള്ളതാണ്. അത്യാവശ്യത്തിന് വേണ്ടി മാത്രം മുറിക്കുക എന്നുള്ള ചിന്ത നമ്മൾ വളർത്തിയില്ലെങ്കിൽ ഇത് വളരെ വലിയ നാശത്തിലേക്ക് അപ്പോഴത്തെ പോക്കെന്നുള്ളത് മനസ്സിലായി. കാലാവസ്ഥ വ്യതിയാനം വരുന്നു. ചൂട് കൂടുന്നതിലുപരിയായിട്ട് കാലാവസ്ഥ വ്യതിയാനത്തിനോട് ഉണ്ടാകുന്നത് മൊത്തം ഇതിൻ്റെ ബാലൻസ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഭൂമിയുടെ. ഇതൊക്കെയും നമ്മൾ തിരിച്ചറിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല ഒരു സംസ്കാരം വളർത്തിയെടുക്കാൻ സാധിക്കണം. അതിനായിട്ട് എല്ലാവരും സഹകരിക്കാമെന്ന് മാത്രമേ പറയാനുള്ളൂ. എന്തായാലും ഇങ്ങനൊരു അവസരം തന്നതിൽ ഒത്തിരി നന്ദിയുണ്ട്. റെയിലിന് പ്രത്യേകിച്ച് റെയിലിൻ്റെ ഈ പ്രസ്ഥാനം നന്നായി നടക്കട്ടെ എന്നുകൂടി ആശംസിക്കുകയാണ്. ഇനിയും നമ്മുടെ ഭാവി, നമ്മുടെ മക്കളുടെ ഭാവിയെക്കുറിച്ച് അപ്പോഴെങ്കിലും താല്പര്യവും ആശങ്കകളും ഉണ്ടെങ്കിൽ ഈ കാര്യത്തെക്കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കാനായിട്ട് ഞാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ്. ഇത് കുറച്ച് പേരുടെ മാത്രമാകരുത്. ഇത് സമൂഹത്തിൻ്റെ മൊത്തമായിട്ടൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗമായിട്ട് ഈ പ്രകൃതി സംരക്ഷണം മാറി തീരൂ. വെറുതെ പ്രസ്താവനയുള്ള കാര്യമില്ല. മണ്ണിലിറങ്ങി പ്രവർത്തിക്കാനായിട്ട് നമ്മൾ തയ്യാറായിരിക്കണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നമ്മളിപ്പോൾ കണ്ടത് ജോസച്ചനാണ്. ജോസച്ചനെ പോലെ കണ്ടൽക്കാടിൻ്റെ ഈ ദൗത്യത്തിൽ ഉണ്ടായിരുന്ന ഒരാളാണ് ജേക്കബ് അച്ഛൻ. ജേക്കബ് അച്ഛനെയും കൂടി നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ജേക്കബ് അച്ഛൻ്റെ വീഡിയോ ഇട്ട് തരാം. സ്റ്റേ ട്യൂൺ.